ஜூன் போனால் ஜூலை காற்றே, கண் பார்த்தால் காதல் காற்றே, பூ பூத்தால் தேன் வருமே, பெண் பார்த்தால் தீ வருமே. என்னாச்சு தோணலியே, ஏதாச்சு தெரியலையே, நட்பாச்சு லவ் இல்லையே, லவ்வாச்சு நட்பில்லையே. நேற்று என்பதும் கையில் இல்லை, நாளை என்பதும் பையில் இல்லை, இன்று மட்டுமே நெஞ்சில் மிச்சம் உண்டு. தோழா மொத்த கூத்துக்கள் யாருக்காக? மொத்த பூமியும் கூத்துக்காகத்தான் அன்பே. நேற்று என்பதும் கையில் இல்லை, நாளை என்பதும் பையில் இல்லை, இன்று மட்டுமே நெஞ்சில் மிச்சம் உண்டு. தோழா மொத்த கூத்துக்கள் யாருக்காக? மொத்த பூமியும் கூத்துக்காகத்தான் அடி அன்பே என் அன்பே. എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ ഫേസ് ആരാണെന്നുള്ളത്. ഇന്ന് ഗുഡ് ഈവനിങ് ഗൾഫിൽ നിങ്ങളോടൊപ്പം 1 മണിക്കൂർ ഞാനും വിപിൻ സേവ്യർ എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഹങ്കാരമെന്നോ അഭിമാനമെന്നോ ഒക്കെ നമുക്ക് പറയാം. നിരവധി സിനിമകളിൽ പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിംഗർ. റാപ്പ് മ്യൂസിക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റാപ്പ് ഇപ്പോൾ തരംഗമല്ലേ? അതെ, അത് എന്താണ് റാപ്പ് മ്യൂസിക് എന്ന് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം വിപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിപിൻ ഒരുപാട് സിനിമകളിൽ പാടി. ഇപ്പോൾ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്, നമ്മുടെയൊക്കെ മുന്നിൽ ഒരു പ്ലേ ബാക്ക് സിംഗറാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാം കേട്ടോ. എറണാകുളംകാരനായ നമ്മുടെ സ്വന്തം വിപിൻ. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. വിപിൻ ചോദിക്കുകയായിരുന്നു, എന്നെ ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഞാൻ തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. എനിവേ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് തന്നെ പോവാം അല്ലേ? അപ്പോൾ വിപിനെ എങ്ങനെയാണ് സാധാരണ സിംഗേഴ്സ്, ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള സിംഗേഴ്സ് വരുന്നത് ഒന്നുകിൽ റിയാലിറ്റി ഷോസ് വഴി അങ്ങനെ വരും. വിപിൻ വന്നത് എങ്ങനെയായിരുന്നു? റിയാലിറ്റി ഷോസ് വഴി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫാദർ സിംഗർ ആയിരുന്നു. അപ്പൊ പാരമ്പര്യമായിട്ട് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പിന്നെ ഞാൻ പിന്നെ നമ്മള് ഒരു 97 മുതലൊക്കെ ഗാനമേളകളിൽ സജീവമായിരുന്നു. അതാണ് ചോദിച്ചത്. ഗാനമേളകളിലും ഒക്കെ ജനങ്ങളെ കാണികളെ എന്താണ് പാട്ടുകൾ ഹരം കൊള്ളിച്ച എന്നൊക്കെ പറയാം, ത്രസിപ്പിച്ച ഒരു സിംഗറാണ് അല്ലെ? സ്റ്റേജ് ഇങ്ങനെ ഇളക്കി മറിച്ച ഒരു സിംഗറാണ് അല്ലെ? ഒരു കാലത്ത് കുറെ മറിക്കും, ഇപ്പോഴും മറിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് റിയാലിറ്റി ഷോയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്കൊരു മീഡിയയിലെ സപ്പോർട്ട്. അപ്പൊ അങ്ങനെയാണ് സ്റ്റാർ സിംഗറിൽ 2006 ഫസ്റ്റ് സ്റ്റാർ സിംഗറിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് ആരായിരുന്നു ജഡ്ജസ്? അന്ന് എം ജയേന്ദ്ര സാറായിരുന്നു. എം ജയേന്ദ്ര സാറ്, ചിത്ര ചേച്ചി. നമ്മുടെ 2006. പക്ഷെ 2007 ഭയങ്കര ഹിറ്റായത്. ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്റ്റാർ സിംഗർ. അപ്പോൾ അതിൽ ഫൈനൽ ഫൈൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ 2 മൂവിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയിലാണ്? ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ശംഭു എന്ന് പറഞ്ഞോടും. അതാണോ ആദ്യം ഇറങ്ങിയത് അതോ ആദ്യം പാടിയത്? ആദ്യം പാടി ശംഭുവാണ്, പക്ഷെ ഇറങ്ങിയത് തൊമ്മന മക്കളായിരുന്നു. അതിനകത്ത് ഏത് പാട്ടാണ്? അതില് ശംഭുവിലെ പാട്ട് ഭയങ്കര രണ്ടും പാടണം, പാടാതെ വിടൂല. ഇല്ല, അത് ആദ്യം മമ്മൂക്കയുടെ പടത്തിൽ റിലീസായത് മമ്മൂക്കടായിരുന്നു. അതില് எந்த உலகினிலே வாழும் எனது ராசாவை வாழ்த்து பாடல் பாடுவோமே ஏத்துக்கொள்வாயோ. தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தோம் துடித்தாளம். தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி தக்கிட்ட தக்க திமி തോം തുടിത്താളം. അങ്ങനെ അതിന്റെ ഫസ്റ്റ് ആ പാട്ടിന്റെ സ്റ്റാർട്ടിങ് വോയിസ് എന്റെ വരുന്നത്. ഓക്കെ. ശംഭുവിലെ പാട്ട് എങ്ങനെയാണ്? ശംഭുവിലെ പാട്ട് അത് റാപ്പാണത്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഓക്കെ. അപ്പൊ ചേച്ചി ഫസ്റ്റ് ചോദിച്ച റാപ്പിന് എനിക്കങ്ങനെ മലയാളികൾ ആദ്യം കേട്ടിരിക്കുന്ന റാപ്പ് ലജ്ജാവതി ആയിരിക്കാം. ഹൈവേ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു റാപ്പുണ്ട്, സുരേഷ് പി സാർ പാടി. പക്ഷെ ലജ്ജാവതിയാണ് നമ്മള് മലയാളികളുടെ റാപ്പ്, സ്വന്തം ആദ്യം ഇറങ്ങിയ റാപ്പ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ജാസിച്ചേരന്റെ സാറിന്റെ കുറച്ച് റാപ്പ് അതിൽ ഞാൻ ഒരു പാട്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ ആ റാപ്പ് ഞാൻ പാടാം. പിന്നെ തീർച്ചയായിട്ടും ബൊമ്മ എന്നാണ് ആ പാട്ടിന്റെ
song called Bomma. So you bring it with you so beautiful. Now let's check it out by situation nice. Bojani style look is so fine. Parlema sticks in the first time. Give me rock, give me roll. Let me make my lover rock on. Give me life, I will life. Let me make my lover rock on. You gotta beat me tonight to your mind. Rama gonna come or suffer to your mind. One a man like I'm yes I to find. And I know it's gonna be fine. Yay, Bomma, Bomma. കുട്ടിലിട്ട ചെറു ബൊമ്മ 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 ഫ്രോക്കണിഞ്ഞ കുട്ടി ബൊമ്മ വളച്ച് പ്രേമിച്ച് നടക്കണ ചെറുക്കാൻ തനിക്ക് താനിട്ട് വളർത്തണ പാര തടിച്ച പുളിങ്കൊമ്പിൽ അവളങ്ങ് പൊങ്ങും കുടിച്ചു കൂത്താടി അവനങ്ങ് പൊങ്ങും ഓ ബൊമ്മ ബൊമ്മ കുട്ടിലിട്ട ചെറു ബൊമ്മ 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 ഫ്രോക്കണിഞ്ഞ കുട്ടി ബൊമ്മ ബൊമ്മ. ബൊമ്മയ്ക്ക് ഇത്രയും നിർവചനമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കോൾ ഉണ്ട് കേട്ടോ, ഞാൻ പറയാൻ വരികയായിരുന്നു. നമസ്കാരം, ഗ്രീൻ ഗൾഫിലേക്ക് സ്വാഗതം. ഹലോ 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 നമസ്കാരം. 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 ആരാണ്? എന്റെ പേര് മഞ്ജു. മഞ്ജു വേണ്ട, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വിമല പറഞ്ഞതേ ഉള്ളൂ. മഞ്ജു എന്റെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങളൊരു കൊച്ചോളെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ഇപ്പൊ മഞ്ജു നേരം പറഞ്ഞുള്ളൂ ഇങ്ങനെ മഞ്ജുവിന്റെ വീഡിയോ. ആണോ? വിപിനെ ഒരുപാട് സന്തോഷം. ഞാൻ അറിഞ്ഞില്ല എന്റെ കാര്യം പറഞ്ഞത് സത്യം. അല്ലല്ല സത്യം. ഇവിടെ വന്ന് കേറിണ്ട് പറഞ്ഞു മഞ്ജുനെ അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് മഞ്ജു? ഞാൻ മറന്നു കേട്ടോ, ഞാൻ ഏത് മഞ്ജു? അപ്പൊ എനിക്ക് മഞ്ജുഷേനെ അറിയുള്ളൂ. അല്ലല്ല എനിക്ക് മഞ്ജുഷേനെ അറിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അത് പേര് പറയണേ FB ഫ്രണ്ട് ആണ്. അപ്പൊ അങ്ങനെയാ പറഞ്ഞേട്ടാ, ചങ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ല. എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അറിയാം അറിയാം. ദുബായിൽ കാണാൻ പറ്റിയിട്ടില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഞങ്ങളിഞ്ഞ് റാഞ്ചിക്കൊണ്ട് പോന്നു ഇങ്ങോട്ട്. ആണല്ലേ? ഇതറിഞ്ഞെങ്കിൽ ഞാനും വരുമായിരുന്നു. ഷോയ്ക്ക് വരൂ. വിപിനെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. വിശേഷം സുഖമല്ലേ? അടിപൊളിയായിട്ടാണ്. നാളെ എവിടെയാ ഷോ എന്ന് പറഞ്ഞു? നാളെ സെന്റ് മേരീസ് ലാറ്റിൻ ചർച്ചിലാണ് പ്രോഗ്രാം. അപ്പോ ഇത് കാണുന്ന ഞാൻ വിപിന് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അപ്പൊ എനിക്ക് ലൊക്കേഷൻ തന്നാൽ മതി. ഉറപ്പായിട്ടും. അപ്പൊ ഇത് കാണുന്ന എല്ലാവരും ഷോയ്ക്ക് വരിക, സപ്പോർട്ട് ചെയ്യുക, അടിച്ചു പൊളിക്കാം. ആ ലൊക്കേഷനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവരോടും, പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുക. പ്രേക്ഷകരുടെ ലൊക്കേഷൻ ഏത് സ്ഥലം? ആ പ്രോഗ്രാം നടക്കുന്നത് ദുബായിൽ തന്നെ. അത് ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു തരാം കേട്ടോ. വിപിൻ മറന്നുപോയി. ഇപ്പൊ മഞ്ജു ഫ്രണ്ടിനെ കിട്ടിയപ്പോ നമ്മൾ ഇവിടെ നിൽക്കുന്ന എന്നെ പോലും മറന്നുപോയി കേട്ടോ. എന്നെ മറന്നുപോയി. അത് വേറെ സ്റ്റോറി. വിപിനെ എന്തായാലും പ്രോഗ്രാം ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിക്കട്ടെ. എല്ലാവരുടെ ആശംസകളും കേട്ടോ. താങ്ക് യു മഞ്ജു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അയ്യോ ഞാൻ ആ ബൊമ്മയെ കുറിച്ചാണ് പറഞ്ഞു നേരത്തെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വോയിസ് മോഡുലേഷനൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ വിപിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. മലയാളം ഒക്കെ പറഞ്ഞു, അതിനിടെ കൂടെ ആദ്യം പറഞ്ഞ ഇംഗ്ലീഷാണോ പറഞ്ഞത്? ഇംഗ്ലീഷല്ലേ പറഞ്ഞു? ഇംഗ്ലീഷായിട്ട് തോന്നിയില്ലല്ലേ? ഇല്ല, തോന്നിയില്ല. അത് ഞാനല്ല, അത് പിന്നെ ജോർജ് പീറ്റർ. ഓക്കെ നാലുപേര്. അല്ല ഇപ്പൊ പാടിയത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എനിവേ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾക്കും ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്കും പാട്ടുകൾ ആവശ്യപ്പെടാം. നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെയൊക്കെ സ്വന്തം പ്ലേബാക്ക് സിംഗർ ഒരുപാട് എത്ര പാട്ടുകൾ പാടി? ഇപ്പൊ ഏകദേശം 40 അല്ലേ? 40ഓളം പാട്ടുകൾ. ചെറിയ എണ്ണമൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ 1-2 പാട്ടുകൾ പാടി മാറിപ്പോവാണ്. പക്ഷെ 40ഓളം നല്ല പടങ്ങളുടെ ഭാഗമാകാൻ പറ്റി. അതിനകത്ത് വിപിനെ തിരിച്ചറിഞ്ഞത്, വിപിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നെ വാസ്കോഡ ആ പാട്ടല്ലേ? ആ പാട്ടൊന്ന് പാട്. ആ പാട്ട് പാടാതെ പോയാൽ ശരിയാവത്തില്ല. അത് ചേച്ചി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് 18 വർഷം മുമ്പ് പാടിയൊരു സോങ് ആണ്, രാഹുൽ രാജ് മ്യൂസിക്. ഇപ്പോഴും ആ പാട്ടിന് ഭയങ്കര ഇപ്പൊ റീ റിലീസിന് ഭയങ്കര എനിക്കൊന്ന് അന്ന് കിട്ടിയതിന്റെ സ്വീകാര്യത, അതിൽ കൂടുതൽ സ്വീകാര്യത. പിന്നെ ഒരു പാട്ടിന് നല്ലൊരു ഓളം ഉണ്ട്. അതിന്റെ ഒരു ഭാഗം വളരെ സന്തോഷമാണ്. അപ്പൊ ഓഡിയൻസിന് വേണ്ടി പ്രത്യേകിച്ച് കുറച്ച് പാട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ വിപിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് അതെല്ലാം പാടിക്കാം നല്ലത്. കൗമാരം കടന്നവനെ നീ പൂനുള്ളാൻ വരുന്നതല്ലേ? കൗമാരം കടന്നവനെ നീ
പൂന്നുള്ളാൻ വരുന്നതല്ലേ, ഒത്തിരി നീ നുള്ളല്ലേ, കൈവിരലോ നോവില്ലേ, ഇത്തിരി നീ നില്ലേ, ഒരു തരി മതി, ഒത്തിരി നീ നുള്ളല്ലേ, കൈവിരലോ നോവില്ലേ, ഇത്തിരി നീ നില്ലേ, കാണുന്നേ ദൂരെ പടപടയൊരു പടയണിയുടെ കടലിളകണ തിരയടിയെ, വാസ്കോഡ ഗാമ went to the drama, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേ ഒന്നായി ഒരു നൂറുമ്മ, കൊച്ചിയിലെ മച്ചുരനെ കച്ചമുറുക്ക്, തപ്പുകളും തകിലുകളും പൊരുതി മുഴക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയണക്ക്, പട്ടണവും ജീവിതവും കഴുകി മിനുക്ക്, സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരു തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. ലാൻഡിങ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനിങ്ങനെ ആലോചിക്കാന്നേ. വിപിനെ എനിക്കൊരു സത്യം പറഞ്ഞു, ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മയേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇനി മറക്കുന്നത് പക്ഷെ അതെന്താണെന്ന് അറിയോ, അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ അയ്യോ വിപിൻ എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും ഞാൻ ചോദിക്കേണ്ടത്, ആള് ഭയങ്കര റഫായിരിക്കുമോ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ വരുന്ന ആളിനോട് നമ്മൾ എന്ത് ചോദിക്കണം, ആളിനനുസരിച്ചിട്ട് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു ധൈര്യമായി കേട്ടോ. ഞാൻ വന്നപ്പോൾ അതെ അല്ലേ, താങ്ക് യു, എന്നെ ഓർത്തിരുന്നല്ലോ, എൻ്റെ നമ്പരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും. എനിവേ അപ്പം നമുക്ക് അടുത്തത് ആദ്യം ഇനി വിപിൻ എടുത്തു വെച്ചാൽ വിപിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലും പാടിക്കും. ഞാൻ നമ്മളെ വേദിയിൽ കൂടുതലും അറിയാലോ, ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. അയ്യോ നമ്മളോട് ചിത്ര ചേച്ചിയുടെ കൂടെയും ഹരിഹരൻ സാറിൻ്റെ കൂടെയും എത്രയോ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ അല്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, പിന്നെ എന്താ സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പല പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, സ്റ്റേജ് അങ്ങോട്ട് ഇളക്കി മറിച്ചിട്ടാണ്. അല്ല അതാ ഞാൻ പറഞ്ഞത്, ഇളക്കി മറിക്കണ പാട്ട് ഇന്റർവ്യൂ കുറച്ച് മെലഡിയൊക്കെ. അല്ല എനിക്ക് 100% ഷുവറാണ് വിപിൻ എല്ലാ ടൈപ്പ് പാട്ടും പാടും. ഇനി ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. പാടിക്കാം. കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരുണ്യം, സായാഹ്നമായി താലോലമായി ഈ സ്നേഹസന്ധ്യയിൽ ജീവന്റെ കൂട്ടിലൻ താരിളം കിളികളെ ചേക്കേറുമോ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാൻ, ചെറുപൂങ്കാറ്റായി മെല്ലെ താരാട്ടാൻ, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ, മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം. നല്ല ഫീൽ കേട്ടോ, നല്ല വോയിസ്, ഇതിനും ഇത് മെലഡിയും പാടാൻ പറ്റിയ വോയിസ്. അതാ ഞാൻ പറഞ്ഞത് വിപിൻ എല്ലാ ടൈപ്പ്. ഇപ്പം നമ്മൾ അടിപൊളി പാട്ട് ആണെങ്കിലും നമ്മുടെ മനസ്സിലെ മൊത്തം ഇങ്ങനെ സാധനങ്ങൾ അറിയാലോ. പക്ഷെ അത് നല്ല ഫീല്, അതൊരു സിംഗറിന് വേണ്ട അതാണല്ലോ വേണ്ടത്. നിങ്ങളൊക്കെ പറയുന്നതാണല്ലോ, നിങ്ങളൊക്കെ പല സിംഗേഴ്സിനെ ഗ്രൂം ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസ് അല്ലേ, എന്നിട്ട് ഫീല് കൊടുത്ത് ജീവൻ കൊടുത്ത് പാടണം എന്നൊക്കെ. ഫീലാണല്ലോ മ്യൂസിക് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സാധനം പാടുമ്പോൾ ചിലർ വന്ന്, എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, സംഗതികളൊക്കെ പാടി പോകും, പക്ഷെ ആ ഫീൽ കിട്ടണമെന്നില്ല. ഒരു 2 വരിയാണെങ്കിലും നമ്മൾ പാടുമ്പോൾ അത് ഒരാളിലേക്ക് കണക്ട് ആണെങ്കിൽ ഫീൽ സ്നേഹിച്ചു പാടുക. അടുത്ത പാട്ടിലേക്ക് പോയാലോ. റൊമാൻസ് ആൻഡ് ഒരു സോങ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എനിക്ക്
ഒരു സൈഡിൽ നോക്കുമ്പോഴേ റഹ്മാൻ സാറിൻ്റെ ലുക്ക്, ഞാൻ അതാരും ചോദിക്കാൻ വന്നു കേട്ടോ. പഴയ റഹ്മാൻ സാർ ഇപ്പോൾ അങ്ങനെയല്ല, ഏതായാലും നമ്മൾ റഹ്മാൻ സാർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കണ്ട നാൾ മുതലുള്ള ഫേസാണ് റഹ്മാൻ സാറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ രൂപമല്ല. റഹ്മാൻ സാർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ രൂപമാണ്, മുടിയൊക്കെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ. അതെ അതെ, ആ ഒരു പാട്ടിൽ അദ്ദേഹത്തിൻ്റെ கோகிலமே நீ குரல் கொடுத்தால் உன்னை கும்பிட்டு கண்ணடிப்பே, கோபுரமே நீ சாய்த்து கொண்டு உந்தன் கூந்தலில் மீன் பிடிப்பே, வெண்ணிலவே உன்னை தூங்க வைக்க உந்தன் விரலுக்கு சொலுக்கிடுப்பே, வருட வரும் பூங்காற்றையெல்லாம் கொஞ்சம் வடிகட்டி அனுப்பி வைப்பேன், என் காதலில் தேவையில் காதுக்குளோதி வைப்பேன், என் காலடி எழுதிய கோலங்கள் புது கவிதைகள் என்றுரைப்பேன், என்னவளே அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டேன், எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டேன், உந்தன் கால் கொலுசில் அது தொலைந்த என்ன இன்ற காதலை தேடி வந்தேன், என் காதல் என்றால் பெரும் அவஸ்தை என்று அது கண்டதும் கண்டு கொண்டேன், எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றேன், என்னவளே அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டேன், സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന ഗാനമേളകളിലൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ട് ഏതാ? സ്റ്റേജിൽ ഇപ്പോൾ മസ്കോ പാടാറുണ്ട്, പിന്നെ റഹ്മാൻ സാർ തന്നെ വന്ദേ മാതരം, ഹമ്മ ഹമ്മ, മുസ്തഫ. ഈ ഒരുപാട് പെർഫോം ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു പാടുന്നതിനിടയിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടയർഡ്നെസ് മീൻസ് വോയിസിൽ അത് ഉണ്ടാവാറുണ്ടോ? അപ്പോൾ ആ ഒരു മൂഡിലങ്ങോട്ട് നമ്മൾ, അതാ ഞാൻ ചോദിച്ചത്. കാര്യം ഇടയ്ക്കൊരു ബ്രീത്ത് കിട്ടാത്ത അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ അത് ഇനി അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ പോകില്ലേ? ഇപ്പം റിമി ടോമിയെ കിടന്ന് ഭയങ്കര ഇതായിട്ടിരുന്ന് വന്നത് ഞാൻ ചോദിക്കുന്നത്. നമ്മളങ്ങനെ അങ്ങനെ സ്റ്റേജിൽ നമ്മളങ്ങനെ പെർഫോം ചെയ്യും. അതെ അതെ, ആ ഒരു എക്സ്പീരിയൻസ്. ആ അപ്പം ഈ റഹ്മാൻ സാറിൻ്റെ പാട്ടുകളൊക്കെ ഇതിൽ പാടി, ഇത് ഒരു സോഫ്റ്റ് സോങ് ആണ്, മെലഡി ആയിട്ടുള്ളത്, അല്ലാതെ ഫാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും? അത് കഴിഞ്ഞിട്ടൊരു ചായ തരാം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ റഹ്മാൻ സാറിൻ്റെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫാൻ അറിയാലോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി കൂടുതലും പാട്ട് ഞാൻ ഈ പാട്ടുകളൊക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സോങ് പാടാം. എന്നെ സ്നേഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മലയാളികൾ അങ്ങനെയാണെങ്കിൽ എത്ര പാട്ടുകൾ നമ്മൾ പാടിപ്പിക്കുമെന്നറിയോ? ഫ്രണ്ട്ഷിപ്പ് സോങ് ആയതുകൊണ്ട് ശരി. ஜூன் பிறக்கும் ஜூலை பிறக்கும், ஜூனியருக்கும் சீனியருக்கும், கல்லூரி வாசல் எங்கும் ராகிங் நடக்கும், சுடஸ்வடமோ நந்தவனமே ரோஜா இருக்கும் புல்லும் இருக்கும், நட்புக்கு ராகிங் கூட பாதை வகுக்கும், நண்பு ஒருவன் வந்த பிறகு வினத்தொடலாம் ஒன்று சிறகு, வானுக்கும் எல்லை ஒன்றற்கில்லையே, நண்பு ஒருவன் ஊந்திடுமோ நாளை மட்டும்தான் நீ இறம்போம், கண்ணீரில் தானே எங்கள் ஃபேவல் பார்ட்டி. ஓ ஓ ஓ முஸ்தஃபா முஸ்தஃபா don't worry முஸ்தஃபா, காலன்னம் தோழன் முஸ்தஃபா, டே பை டே வாழ்க்கை பயணம், டே பை டே முழுக்காத ஷிப்பே ஃப்ரெண்ட்ஷிப் தான்,
मुस्तफ़ा मुस्तफ़ा डोंट वरी मुस्तफ़ा हम है तुम्हारे मुस्तफ़ा हो डे बाय डे வாழ்க்கை பானம் டே பை டே முழுகாத ஷிப்பே ஃப்ரெண்ட்ஷிப் தான் ஓ முழுகாத ஷிப்பே ஃப்ரெண்ட்ஷிப் தான் ஓ முழுகாத ஷிப்பே ഫ്രണ്ട്ഷിപ്പ് ഇത് അവിടെ നിന്നൊക്കെ കൈയിട വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കുള്ള ചായ ഇങ്ങനെ തന്നാൽ നമ്മൾ കുടിക്കാൻ വരുന്നില്ലേ. നാളെ ആരൊക്കെയാണ്, വേറെ ആരൊക്കെയാണ് വിപിൻ്റെ കൂടെ? നമ്മുടെ സിംഗേഴ്സൊക്കെ ഇവിടെ നിന്ന് തന്നെ ബൈജു ചേരുന്നുണ്ട്, ബൈജു ഫ്രാൻസിസിൻ്റെ വേറെ ഫീമെയിൽ സിംഗറുണ്ട്. ഓർക്കസ്ട്ര നമ്മുടെ ഇവിടുത്തെ ചങ്കുകളാണ്, ഇവിടുത്തെ തന്നെ. അവർ അടിപൊളിയാണ് ഗസ്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വിപിൻ എന്തിനാണ് നമ്മുടെ ദുബായിൽ UAE വന്നത് എന്ന് എല്ലാവരോടും ഒന്ന് പറയട്ടെ. സെൻറ്റ് മേരീസ് ചർച്ചിൽ വെച്ചിട്ട് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ലാറ്റിൻ ഡേ 2025 നടക്കുകയാണ് സെൻറ്റ് മേരീസ് ചർച്ചിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷോയ്ക്ക് നാളെ ഉണ്ടാകണം. എല്ലാവരുടെയും പ്രസൻസ് അവിടെ ഉണ്ടാകണം, ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. എല്ലാവരും ഇവരെ പ്രോത്സാഹിപ്പിക്കാനുണ്ടാകണം. വിപിനെ അറിയാം എല്ലാവർക്കും. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ 40-ൽ പരം പാട്ടുകൾ പാടിയ പ്ലേബാക്ക് സിംഗറാണ്, നമ്മുടെ ചങ്ക് പ്ലേബാക്ക് സിംഗർ എന്ന് തന്നെ പറയുമോ. വിപിനെ, ഇനിയിപ്പോൾ ഒരു കാര്യമൂടെ ഞാൻ പറയട്ടെ. ഞാൻ പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിപിന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടാം കേട്ടോ. അപ്പം വിപിന് ഈ മെലഡി തന്നെ ഇഷ്ടമുള്ള നമുക്കെപ്പോഴും പാടാൻ, ഇപ്പം സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെലഡി ഒരുപാട് എടുത്തിച്ച് പാടാൻ പറ്റും. എല്ലാവരും ഫാസ്റ്റ് നമ്പേഴ്സാണ് ചോദിക്കുന്നത്. എങ്കിലും മെലഡിയിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിൽ തട്ടിയ ഏതെങ്കിലും മെലഡി സോങ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ മുഹമ്മദ് റഫി സാറിൻ്റെ ഭയങ്കര ആരാധന. ഫാദർ അതൊക്കെ മേലെ. അപ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ, കൊച്ചിയും കോഴിക്കോടാണ് ഈ ഇങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ. എല്ലാ മൊത്തം ഫാൻസ് ഉണ്ട് എങ്കിലും അവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സോങ് തീർച്ചയായിട്ടും. अकेले चले आओ जहाँ हो, अकेले चले आओ जहाँ हो, कहाँ आवाज़ दे तुमको, कहाँ हो, अकेले चले आओ जहाँ हो, तुम्हें हम ढूंढती है, हमें दिल ढूंढता है, तुम्हें हम ढूंढती है, हमें दिल ढूंढता है, न जीते न मरते बताओ क्या करें, अकेले चले आओ जहाँ हो, कहाँ आवाज़ दे तुमको, कहाँ हो, अकेले चले आओ जहाँ हो. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഒരുപാട് മ്യൂസിഷ്യൻസിൻ്റെ കൂടെ, ഇപ്പോൾ സിംഗേഴ്സ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും ലിറിസിസ്റ്റ് ആണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് വിപിന് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ ആഗ്രഹമുണ്ടോ, ചെയ്തിട്ടുണ്ടോ? വല്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. വിപിൻ ഇങ്ങനെ ആലോചിക്കാം, വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ വിപിൻ. നമ്മളെ കൊണ്ട് പറ്റുന്ന അതാ ചേച്ചി. ഇപ്പം ഞാൻ നോക്കിയിട്ട് റാപ്പ് മ്യൂസിക് പെർഫെക്റ്റ് ആണ്. അതും എല്ലാം ഒന്നിനൊന്നിനെ വഴങ്ങുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ റാപ്പ് മ്യൂസിക്കിന് ഇപ്പോൾ ഒരു ട്രെൻഡാണ് അത്, അല്ലേ? റാപ്പ് മ്യൂസിക് ഇനിയിപ്പോൾ ഈ ഒരു അങ്ങോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രാധാന്യം ഏറി തീർച്ചയായും നമ്മള് കാലത്തിനനുസരിച്ച് മാറണം, അല്ലെങ്കിൽ ഔട്ടായി പോകും. അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ, അതോ ഇനി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞാനിങ്ങനെ ഇടക്കിടക്ക് ചെറിയൊരു സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ചെയ്തു നിന്ന് പുറത്ത് വരാത്തത് നമുക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടി ഇപ്പോൾ കൊച്ചി സോങ് ഒരു
ഇപ്പോൾ വരുന്ന ഡിസംബർ മാസത്തിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വിടാൻ പറ്റുമോ ഇപ്പോൾ? പറ്റത്തില്ലെങ്കിൽ വേണ്ട, അത് വേണ്ട, സർപ്രൈസ് ആണ്. സർപ്രൈസ്. എന്നാലും എപ്പോഴെങ്കിലും എഴുതി വെച്ചത് ഡിസംബറിൽ റിലീസ് ആകാതെ നമ്മുടെ പെട്ടിയിലകത്തായി പോയത്, മനസ്സിനകത്തായി പോയ ഒരു പാട്ട് ഉണ്ടോ? അതൊക്കെ വരട്ടെ, പുറത്തേക്ക് വരട്ടെ, ആൾക്കാർ കേൾക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിച്ചത്. പെട്ടെന്ന് ചോദിച്ചപ്പോഴേ ബ്ലാങ്ക് ആയിപ്പോയില്ലേ? ബ്ലാങ്ക് ആയി. ഓക്കെ, എനിവേ അത് പോട്ടെ. ഒരു നല്ലൊരു പാട്ട് പാടിക്കും, എടുത്തു വെച്ചേക്കുന്നത്. ഞാൻ ഹരിഹർ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ കുഞ്ഞുനാളിൽ പാടിത്തന്ന ഏതെങ്കിലും പാട്ട് പാടിത്തരണം. അച്ഛന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ പാട്ട് പുള്ളി എന്നെ പഠിപ്പിച്ച. അതെ അല്ലേ, ഈ പാട്ട് ഇപ്പം പാടിയ പാട്ട് ഞാനതല്ലായിരുന്നു. നമ്മൾ കുഞ്ഞുനാളിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അമ്മ ആണെങ്കിലും അച്ഛനാണെങ്കിലും പാട്ട് പാടി നമ്മൾ ഉറക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന ആൾക്കാരോട് ചോദിക്കുന്നതാണ്, അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടോ? അത് നമുക്കൊന്ന് നമ്മൾക്ക് ചെറുപ്പകാലത്തിലേക്ക് പോകാനൊക്കെ നമുക്കും ആഗ്രഹമില്ലേ? അപ്പം നമുക്ക് കുറച്ചൊന്ന് ബാക്കിലേക്കും പോകാം. അപ്പം ഈ പാട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. ഈ മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ, മഴക്കാലം കടൽ കാറ്റിൽ സ്വരം തന്നോ, ഇതളാർന്ന മാറിവിൽ നിൻ ചിരിവീണ ചുണ്ടിലുണ്ടോ ഒരു സാന്ധ്യഗീതമൗനം എൻ സ്നേഹസാധകം. സാഹിബ 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 ഇന്നേതു മേഘദൂതുകാത്തു നിൽപ്പൂ സാഹിബ, ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ. എന്നിലെ സാഗരം മുഖമായി വന്നുവോ, പിന്നിലാ ചന്ദനം പെയ്ത നാൾ ഇങ്ങിയോ. സാഹിബ 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 സാഹിബ. പിന്നിലാന്നുള്ളത് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നിലാ ചന്ദനം പെയ്ത നാൾ വിങ്ങിയോ. നമ്മുടെ കുറച്ച് മനസ്സിലുള്ള കുറച്ച് ലിസ്റ്റ് അതിലൊരു രസമായിട്ട് അത് പാടി കേട്ടോ. അത് മനസ്സിൽ തട്ടി കേട്ടോ. അത് ഞാൻ വാന്നായി പോയത്. നന്നായിട്ട് പാടി. ഞാൻ പറഞ്ഞ പാട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്നാലും ഒരു ഓർമ്മ കാണത്തില്ല നമ്മളെ അമ്മമാർ പാട്ട്. ഞാനത് എപ്പോഴും പറയാം, ഇവിടെ വരുന്നവരൊക്കെ പറയും, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ ഓർമ്മ വരും. എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ അവരെ ഓർക്കും. അപ്പോൾ നമുക്കൊക്കെ പണ്ട് ചെറിയ പ്രായത്തിൽ അമ്മ പാടിത്തന്നൊരു പാട്ട് അല്ലെങ്കിൽ അച്ഛൻ, നമ്മൾ രണ്ടുപേരും അല്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത്. സിംഗേഴ്സിനാകുമ്പം ഓഫ് കോഴ്സ് ഒന്നുകിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് സംഗീതം പാരമ്പര്യം ഉള്ളതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പാട്ട് അറിയാത്തവർ പോലും മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടും. അങ്ങനെ അത് പറഞ്ഞ കോമഡി. ഇപ്പം കാരണം ഉറക്കാൻ വേണ്ടിയില്ല എന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പച്ചി സിംഗറായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കൂടുതലും ഇപ്പോൾ റഫി സാഹിബിൻ്റെ പാട്ടും നാസേറിൻ്റെ പാട്ടൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്ത പാട്ട് ഒരു 1.5 പാട്ടാണ്. ഓ ദുനിയാക്ക് റെക്കോയിലാണ് എന്നെ അപ്പച്ചൻ പഠിപ്പിച്ചേക്കണേ. ആ പുള്ളി ഇങ്ങനെ വീട്ടിൽ നിന്ന് പാടുമ്പോൾ നമ്മൾ അപ്പോൾ ചെറുപ്പത്തിലേലും ഇങ്ങനത്തെ ഹെവി പാട്ടുകൾ കുറേ പഠിക്കാനും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പം അതിന് 2 വരി എന്തായാലും ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ओ दुनिया के रखवाले सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. आस निराश
एहसास के दो रंगों से दुनिया तूने सजाए, मैया संग तूफान बनाया, मिलन के साथ जुदाई, जा देख लिया हर जाई, हो लुट गई मैंने प्यार की नगरी, अब तो नीर बहा ले, अब तो नीर बहा ले, हो अब तो नीर बहा ले, ओ दुनिया के रखवाले. ഇങ്ങനെ അങ്ങോട്ട് പോകും. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അച്ഛൻ പഠിപ്പിച്ചെന്ന പാട്ട് അതില്ലേ? അതാണ് അതിന്റെ ഒരു. പിന്നെ അമ്മിച്ച് പാടി തന്നെ ഒരു പാട്ടുണ്ടായിരുന്നു, അത് അതിന്റെ ഒരു 2 പരിപാടി. പോരട്ടെ പോരട്ടെ. ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ, ഈ ഗാനമില്ലാതെയാകും വരെ, കുഞ്ഞാടുകൾക്കിന്ന് കൂട്ടായിരുന്നിടും ഇടയൻ്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ ഒന്നു പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു കോൾ ഉണ്ട് കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ വിപിനാണ്. സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേര് പറയൂന്ന്? ശ്രീകല. ശ്രീകല ചേച്ചി. ആ, തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. ആ, തൃശ്ശൂരാണ്, രാമോർമൂരം. സുഖാണോന്ന് ചോദിച്ചാൽ അതാണ് തൃശ്ശൂരാണെന്നാണ് പറയണത്. ആ, സുഖാണെന്ന്. നിങ്ങൾ അയൽവക്കാണ്. അതെ. പാട്ടൊക്കെ പാടോ? ഭയങ്കര സിംഗറാ. ഒരു രക്ഷയില്ലാതെ പാടും കേട്ടോ. ഭയങ്കര സിംഗറല്ല, ചെറുത്ത്. ഇവിടെ നിന്നുകൊണ്ട് ഉണരൂന്ന് വിളിച്ചാൽ ഉണ്ണിപ്പൂ അവിടെ ഉണർന്നിരിക്കും. അത്രയും പറയാൻ മതി. അത്ര ഭംഗിയായിട്ട് പാടും. പാടി കേൾക്കണോ? രണ്ടുപേര് പാടിയാ മതി ആ പാട്ട്. ആ, പണി വരുന്ന വഴിയേ. അയ്യോ, പോരട്ടെ പോരട്ടെ. ചേച്ചി ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ മുന്നിലാ പാടുന്നത്. അതാണ് പേടി. ആ, ധൈര്യമായിട്ട് പാടിക്കോ. പാവം കുട്ടിയാ. അത് കണ്ടപ്പോ തോന്നിട്ടോ. ആ, അതാണ്. അമ്മേ, ഏത് ഉണരു എന്ന പാടണം നിർബന്ധം? ഏതെങ്കിലും പാടിക്കോ. ഉണ്ണിപ്പൊക്കെ ഉണരട്ടെ, പാതിരാത്രി ആണെങ്കിലും. ഞാൻ മിണ്ടാണ്ട് നിന്നോളാം, ചേച്ചി ചിരിക്കണ്ട. He is waiting for you for your song. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോഴേ ഒരു പേടി. പിച്ച് പിടിക്കുക. പോരട്ടെ. അതെ. അമ്മേ, സ്വർണ്ണമുകിലേ സ്വർണ്ണ
സ്വപ്നം കാണുന്നുണ്ടോ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയതൊക്കെ വസന്തരാത്രി മയങ്ങുമ്പോ സ്വർണ്ണമൂക്കിലേ സ്വപ്നം കാണാറുണ്ടോ? സൂപ്പർ, നെട്ടിച്ചു കളഞ്ഞു. വിപിനൊരു ചോദ്യം ചോദിച്ചു പാടുവെന്ന് ചോദിച്ചു, പാടിക്കൊടുത്തു. എനിവേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വിപിനോട് ചോദിക്കാനുണ്ടോ? വിപിൻ നാട്ടിലെവിടെയാണ്? ഞാൻ കൊച്ചിയിലാണ്. കൊച്ചിയിൽ തോപ്പുംപടി, മുണ്ടമ്പലി, ഫോർട്ട് കൊച്ചിയൊക്കെ അടുത്ത്. തൃശ്ശൂരൊക്കെ എപ്പോഴും നമ്മള് പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫേമസ് സോങ് ഈടെ പാടിയിട്ടില്ലേ? കേട്ടില്ല. ഫേമസ് സോങ് ഇപ്പൊ പാടിയിട്ടേന്ന്. ഞാൻ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമൊക്കെ എന്തിനാ ഇപ്പൊ അടുത്തോട്ട് പറയുന്നത്? ഞാൻ ഒന്നും കൂടെ അല്ലല്ല, ചോദിച്ചാൽ വെറുതെ പറഞ്ഞത്, ചേച്ചിയുടെ തമാശ പറഞ്ഞതാ. പാടിയിട്ടില്ലേന്ന് വിപിനോട് ഒരു ഫേമസ് സോങ് പാടിയിട്ടില്ലേന്ന്. എല്ലാം ഫേമസ് ആണ് പാടിയതൊക്കെ. കുറച്ച് നല്ല പാട്ടുകൾ തുഫാൻ പാടിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങിന്റെ സോങ് ഒന്ന് പാടിത്തരൂ കുറച്ച്? ഏത് എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാടാം. ഓക്കെ, പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട് അല്ല, ഏത് പാട്ട്? അല്ല, ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുത്തു. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ഏതാണ് ചേട്ടനാ? SPB സാറിന്റെ പാട്ടാണ്. காதலே நீ பூவெறிந்தால் எந்த மலையும் கொஞ்சம் குழையும் காதலே நீ கல்லெறிந்தால் எந்த கடலும் கொஞ்சம் கலங்கும் இனி வீழ்வதா இல்லை வீழ்வதா உயிர் வாழ்வதா இல்லை போவதா அமுதென்பதா விஷமென்பதா இல்லை அமுத விஷமென்பதா என் காதலே என்னை என்ன செய்ய போகிறாய் நான் ஓவியன் என்று தீர்ந்து நீ ஏன் கண்ணீரண்டி கேட்கிறாய் சிறுவைகள் சிறகுகள் ரெண்டில் என்னை தரப்போகிறாய் கிள்ளுவதை கிள்ளிவிட்டு ஏன் தள்ளி நின்று பார்க்கிறாய் என் காதலே என்னை என்ன செய்ய போகிறாய் நான் ஓவியன் என்று தீர்ந்தும் நீ ஏன் கண்ணீரண்டி കേൾക്കിറായ്. ചേച്ചി ഹാപ്പി ആയില്ലേ? ഹാപ്പി, ശരിക്കും നാളെ അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി വിളിച്ചതിന്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പോൾ നാളെ 23 നവംബർ, നാളെ എന്താഴ്ചയാ ആക്ച്വലി? സൺഡേ അല്ലേ? സൺഡേ. ഇപ്പൊ വിചാരിക്കണം എനിക്ക് നല്ല മറവിയാണതല്ലേ. മലപ്പുറം ചോദിച്ചതാ. അല്ല, വിപിന് ഓർമ്മ അറിയാൻ സൺഡേ അല്ലേ? വിപിന് തന്നെ കൺഫ്യൂഷൻ, നാളെ സൺഡേ ആണോന്ന്. അല്ല, നമ്മള് ഡേറ്റ് അല്ല ഓർമ്മയുള്ള. സൺഡേ 23 നവംബർ, നാളെ സൺഡേ. ഒരു പ്രോഗ്രാം 23 നവംബർ സൺഡേ ഈവനിങ് അല്ലേ? കറക്റ്റ് അല്ലേ? എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 5 o'clock. അപ്പം വൈകുന്നേരം എല്ലാവരും സെയിൻറ്റ് മേരീസ് ചർച്ചിൽ ഉണ്ടായിരിക്കണം. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ലാറ്റിൻ ഡേ 2025 നടക്കുകയാണ്. മറക്കണ്ട, എല്ലാവരും. ഡേറ്റ് നാളെയാണ്, 23 നവംബർ 2025 ഈവനിങ്. ഓക്കെ, നമ്മുടെ കൂടെ വിപിനും ഇവിടുത്തെ പ്രശസ്തരായിട്ടുള്ള സിംഗേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ വിപിനെ കാണുക, നാളെ പോയി പരിചയപ്പെടുക. ഒരു പാവം മനുഷ്യനാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? ഇതിൽ കൂടെ എന്താ വേണ്ട അല്ലേ? എനിവേ, വിപിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പ്രോജക്റ്റ് തെലുങ്കാണ് 2 പാടിയിട്ടുണ്ട്. മലയാളം ചെറിയ പടങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ,
മൊഴിമാറ്റ ചിത്രങ്ങളിൽ കുറേ പാടിയിട്ടുണ്ടല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാൻ. കാര്യം ആദ്യ ട്യൂണിൽ ഈ എഴുതി വെച്ചിട്ട് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വരികളാന്ന് വിചാരിക്കും ശരിക്കും. ഇപ്പൊ ഭയങ്കര സീരിയസ് ആണ്. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പഴയ മൊഴിമാറ്റ ചിത്രങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. പണ്ട് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത്. അല്ല പണ്ട് നമ്മള് അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. ചിലപ്പോ നമ്മളും മാത്രം ഉണ്ടാവുള്ളൂ, ഞാനും ഈ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളോട് തന്നെ ഒരു വാക്കൊക്കെ വേണേൽ നിങ്ങൾ തന്നെ മാറ്റി പാടിക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം ഓൺ സ്റ്റുഡിയോ. ചെന്നൈയിലാണെങ്കിൽ ചെന്നൈ പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ. ഇപ്പം നമ്മൾ തൂഫാനൊക്കെ പാടിയത് അവരുടെ സ്റ്റുഡിയോയിലാണ്, ബാംഗ്ലൂർ പക്ക. അപ്പം ഇനി വിപിൻ്റേതായിട്ടുള്ള ഒരു ക്രിയേഷൻ, ഒരു ക്രിയേറ്റിവിറ്റി എപ്പോഴാണ് നമുക്കൊക്കെ കേൾക്കാനും ആസ്വദിക്കാനും പറ്റുന്നത്? എന്തെങ്കിലും അടുത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ പറയരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കാൻ പറയും ഉടനെ ഉണ്ടാവും, ഞാൻ ആലോചിക്കുന്നുണ്ട്. എന്നാലും നമ്മളൊരു എയിമിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇന്ന വർഷം അല്ലെങ്കിൽ ഇന്ന മാസം ഇറക്കണമെന്ന് അങ്ങനെ നമ്മൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ പക്ഷേ ഞാൻ ചോദിക്കും 2026 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിളിച്ച് ചോദിക്കാം എവിടെ എന്ന് ചോദിക്കും. അങ്ങനെയുള്ള പ്ലാനും ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം അടുത്ത വർഷം പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ ഉണ്ടാവട്ടെ. കാര്യം നമ്മളൊക്കെ മ്യൂസീഷ്യൻസ് ആണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഓരോ ക്രിയേഷൻസ് വരണം, ഉണ്ടാവണം. കാര്യം ഇപ്പോഴും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരിൽ നിന്നൊക്കെ വേറിട്ട് നമുക്കൊരു പുതിയൊരു ക്രിയേഷൻ ഉണ്ടാവണം. അടുത്ത പാട്ട് ഏതാണ്? ഞാൻ നിന്ന് കത്തിയടിച്ച് എന്നെ സാറ് ഓടിക്കും. അടുത്തത് ഏതാണ്? ഒരു ഓൾഡ് ഹിന്ദി പാടാം. प्यार करते करते हम तुम कहीं खो जाएंगे इन्हीं बहारों के आंचल में थके सो जाएंगे. प्यार करते करते हम तुम कहीं खो जाएंगे इन्हीं बहारों के आंचल में थके सो जाएंगे. सपनों को फिर भी तुम यूं ही सजाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. रोते हंसते बस यूं ही तुम गुनगुनाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना. ला 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 ला. ഒരു പണി തന്നോട്ടെ, ഒരാഗ്രഹം തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു റാപ്പ് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുമോ? രണ്ടുപേര് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ മലയാളം റെഡി. അപ്പൊ തുടങ്ങിക്കോ. മലയാളം മിക്സ് ചെയ്ത് റാപ്പിന്റെ എന്തോ എനിക്ക് സംശയം, പുള്ളിക്കാരി എന്തോ റാപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെവർ. എനിക്ക് ഇത് ഇപ്പം ഒരു ട്രെൻഡ് ആണല്ലോ ഇപ്പൊ. അല്ല തുടങ്ങി. ഞാൻ വന്നു ദുബായിൽ വന്നു, ഞാൻ വന്നു ദുബായിൽ വന്നു, ഞാൻ കണ്ടു ചേച്ചിനെ കണ്ടു, ചേച്ചിക്ക് വേണ്ടി റാപ്പ് ഞാൻ തരുന്നു. എൻ്റെ ടി വി ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ചേച്ചിക്ക് വേണ്ടി റാപ്പ് യു ബിക്കം വൺ മോർ ടൈം. പെട്ടെന്നൊരു സാധനം. Oh 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 MTV yeah. Oh 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 everybody sing with me yeah let's go. ഇത് പറഞ്ഞപ്പോ റാപ്പാവൂല്ലേ? അതല്ലേ യായും യോയും ഇത് പറഞ്ഞ റാപ്പായി ഇടയ്ക്ക് വരുന്നതാണത് അല്ലേ? ഇതില്ലാതെ റാപ്പില്ല അല്ലേ? ഇപ്പൊ നമ്മുടെ അല്ല അതുണ്ടെങ്കിൽ ഒരു യോയോ വരുത്തോളൂ.
റാപ്പിൻ്റെ ആദ്യത്തെ റാപ്പിൽ യോയൊക്കെ ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ യോ അങ്ങനെയൊന്നുമില്ല. വരികൾ ഇപ്പോൾ വേടൻ്റെ ആണെങ്കിലും വരികളും അതിലെ ഒരു പ്രാധാന്യം സംഭവം. എനിവേ പെട്ടെന്ന് എനിക്കൊരു പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ് കേട്ടോ. എന്തായാലും അടുത്ത വർഷം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഒരുപാട് ഷോസൊക്കെ വരട്ടെ. അപ്പം നമുക്ക് മൈൻഡപ്പിലേക്ക് പോയല്ലോ. പെട്ടെന്ന് 1 മണിക്കൂർ അങ്ങോട്ട് പോയി അല്ലേ? എൻജോയ് ചെയ്തല്ലോ, ഷോ എൻജോയ് ചെയ്തല്ലോ. അപ്പോൾ ഇനിയും വരിക. ഒരു സോറി പറയുകയാണ്, ഞാൻ ഓർത്തില്ല. സിബിനെ കണ്ടതായിട്ട് പോലും സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. വിപിനെ മൊത്തത്തിൽ പറഞ്ഞു ഈ ബ്ലാങ്കായി. അല്ല, വിപിനെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചു ഏതാണ് ഈ വിപിൻ എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കി കണ്ടു. എന്നിട്ട് പോലും എനിക്ക് ഓർമ്മ വന്നില്ല. സീരിയസ്ലി സോറി കേട്ടോ, സോറി ഫോർ ദാറ്റ്. ഇനി മറക്കൂല. അപ്പം നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോയാലോ? ഏത് പാട്ടാ? എന്നോട് ഡ്യുവറ്റ് പാടാൻ പറയണം. ഏത് പാട്ടാ പറഞ്ഞു? അറിയാവുന്നതാണ്, ഞാൻ പാടും കേട്ടോ. ഏതാ ഡ്യുവറ്റ്? ഒരു ഡ്യുവറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഏത് ഡ്യുവറ്റ് കൂടെന്നുണ്ടെന്ന് പറഞ്ഞു തന്നാൽ പാടാം. അല്ലെങ്കിൽ വേണ്ട, ബിപിൻ പാടിക്കും. ഓ, എന്തായാലും ഇന്നത്തെ ഒരു മെയിൻ വിഷയം റാപ്പ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു തമിഴ് റാപ്പ് പാടി അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ. നമ്മുടെ ഓർമ്മയിൽ ഞാൻ കേട്ടേക്കുന്ന ഒരു റാപ്പ് ഫസ്റ്റ്. ഒരു സെക്കൻഡ്, അതിനു മുമ്പ് ഞാൻ ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെ വിപിനായിരുന്നു, വിപിൻ സേവ്യർ ഫ്രം കൊച്ചി. നമ്മളുടെയൊക്കെ ഇഷ്ടപ്പെട്ട പ്ലേബാക്ക് സിംഗർ, 40-ൽ പരം സിനിമകളിൽ പാടിയ നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ട്, നല്ലൊരു പ്ലേബാക്ക് സിംഗർ, നല്ലൊരു ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഒരുപാട് ഫ്യൂച്ചർ പ്രോജക്ട്സ് കിട്ടട്ടെ, ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ വരട്ടെ, നല്ല നല്ല പാട്ടുകൾ ചെയ്യട്ടെ. വരികൾ എഴുതാറുണ്ടോ? സീരിയസ് അല്ല, കുറച്ച് കോമഡിയൊക്കെ എല്ലാം വരട്ടെ കേട്ടോ. അപ്പം നാളെ കാണാം വീണ്ടും 6-7 6 തൊട്ട് 7. ഞാൻ മറപ്പെട്ടെന്ന് ബിബിൻ്റെ കാര്യം ഓർത്തു കേട്ടോ, ഒന്നുകൂടെ അതിൻ്റെ പറയാം. അപ്പോൾ നാളെ കാണാം വീണ്ടും 6-7 മറ്റൊരു അതിഥിയുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഗുഡ് ഈവൻ ഗൾഫിൽ. ഇന്ന് ബിബിന് പ്രത്യേകം നന്ദി പറയുകയാണ്, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് കുറേയധികം പാട്ടുകൾ പാടുത്തന്നതിന്. നാളെ എല്ലാവരും സെൻറ്റ് മേരീസ് ചർച്ചിലെത്തുക. വൈകുന്നേരം 5 മണി മുതൽ ബിബിനും ഇവിടുത്തെ പ്രശസ്തരായ ഗായകരും ചേർന്നുള്ള ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫൈനൽ സോങ്. എനിക്കും വളരെ സന്തോഷം ഈ ഒരു നല്ലൊരു വേദിയിൽ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ പാടിയ പാട്ടുകളൊന്നും സ്റ്റേജിൽ പാടാത്ത പാട്ടാണ് മിക്ക പാട്ടും. അപ്പോൾ അതിവിടെ പാടാനുള്ള ഓഡിയൻസിന് ഇങ്ങനത്തെ പാട്ടും പാടുമെന്ന്. എന്നാൽ പിന്നെ ഞാൻ നമ്മൾ KGF പാടിയ പാട്ട് അത് പാടിയാൽ മതി. തീർച്ചയായിട്ടും ഇഷ്ടമുള്ളത് പാടിക്കാം. അപ്പോൾ KGF ഒരു ഭാഗമായ ആ പാട്ട് നല്ലൊരു. സൂര്യന് കൺകളിലേറിയും ഓംകാരതി കുണ്ടമേ എറിയന്ന് കുതറി കുതറും പാനാനേ റോക്കി 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 മിഴിവാർന്നിടും കണ്ണീരുമായി ഉണരുന്നൊരീ സാഗരം. തുഫാൻ തുഫാൻ ഇടിമിന്നലിന്നു തടയിട്ടവനെ തുഫാൻ തുഫാൻ പടവെട്ടിടുന്ന രണഭൈരവനെ തുഫാൻ തുഫാൻ തുടികൊട്ടിടുന്ന കടുതുന്തുവനെ തുഫാൻ തുഫാൻ ചിറകെട്ടിടുന്ന നെടുനായകനെ ധീര 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 നീ സുൽത്താന ധീര 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 നീ സുൽത്താന ധീര 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 നീ സുൽത്താന ധീര 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 സുൽത്താന. സലാം റോക്കി ബായ് റോക്കെ സലാം റോക്കി ബായ് റോക്കെ സലാം റോക്കി ബായ് റോക്കി സലാം റോക്കി ബായ്. ഓ